അപ്പൊ നമ്മളത് മറൈൻ ഡ്രൈവില് വന്നേക്കാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളത് കൈ നോക്കാൻ ഒരു അമ്മാമ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എന്തിട്ട് അമ്മാമ പറയുന്നത് നോക്കാം. നമ്മളെ വാങ്ങിച്ച് തിന്നു കുടിച്ച് അനുഭവിച്ച് നല്ല വാക്കം പറഞ്ഞ് പോയിട്ടുള്ളവർ ഇന്ന് നമുക്ക് പറയാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളത് കൈ നോക്കാൻ ഒരു അമ്മാമ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എന്തിട്ട് അമ്മാമ പറയുന്നത് നോക്കാം. ഓക്കെ, പറയും. നാളെന്താണ് മോനെ? ആദ്യമേ ആയുസിന് വേണം പറയാൻ. ഇത് മൈക്കല്ലേ? എന്റെ എന്തോ എടുത്തിരിക്കുന്നത്. ഇതാണ് ആയുസ്. മണിബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ആയുർവേദ. ആയുസിനെ പറയാന്ന് വെച്ചെങ്കിൽ 71 വയസ്സ് വരെ മോനെ ആയുസുണ്ട്. 71. ഇത് നമ്മളുടെ ഭാഗ്യരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് വിദ്യാഭ്യാസ രേഖ, ഇത് വിവാഹരേഖ. പിന്നെന്താണ്? ശത്രുക്കൾ ഒരുപാടുണ്ട്. ശത്രുക്കളുണ്ട്, അത് ശരിയാ. നമ്മളെ കൊല്ലാനുള്ള ശത്രുക്കളല്ല, നമ്മളെ വാങ്ങിച്ച് തിന്നു കുടിച്ച് അനുഭവിച്ച് നല്ല വാക്കം പറഞ്ഞ് പോയിട്ടുള്ളവർ ഇന്ന് നമുക്ക് ഭാരയാണ്. പെറ്റമ്മ ധർമ്മിയാണ്. പെറ്റതുള്ളക്കൊന്നും അമ്മയ്ക്ക് കൊടുത്ത് അമ്മയെ തൃപ്തികരമാക്കിയിട്ടില്ല. കാഴ്ചക്കാരന് മുന്നിൽ മോൻ പണക്കാരനാണ്. മോൻ ഈ പ്രായം വെച്ച പിന്നെ മോൻ ഉണ്ടാക്കിയ പണം ഉണ്ടെങ്കിൽ മോൻ ഒരു കുബേരനായിട്ട് കഴിയാമായിരുന്നു. ഇഷ്ടം പോലെ പണക്കാരനായിട്ട് കഴിയാമായിരുന്നു. ഇന്ന് മോന് പണമില്ല, അല്ലേ മോനൊന്ന് പട്ടണയാ എന്ന് ഞാൻ പറയത്തില്ല. അച്ഛൻ പാവമാണ്. അച്ഛൻ, അമ്മ വനിത, മൂന്നാ കുടുംബത്തിന് കാരണം എന്താ? ഒരാളെ സംരക്ഷിക്കാനുള്ള ഭാഗ്യമുണ്ട്. പെറ്റമ്മ റാണിയും ഐശ്വര്യമുള്ള സ്ത്രീയും മഹാലക്ഷ്മിയായിരിക്കുന്ന മാതാവ്. കേസിൽ വരെ മോനെ പ്രതിയാക്കാൻ വരെ നോക്കിയ ശത്രുക്കൾ മോന്റെ പിന്നിൽ ഇന്നുമുണ്ട്. അന്യവരല്ല, സ്വന്തക്കാർ തന്നെയാണ്. അവർക്ക് ദൈവം കൂലി കൊടുത്തോളും. പകരം ചോദിക്കാൻ പോകണ്ട. ദൈവത്തിനേക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ ചോദിച്ചാൽ വഴക്കുണ്ടാകും, അത് വേണ്ട, ദൈവത്തിനെ വിളിച്ചാൽ മതി. അപ്പോൾ ദൈവം കൊടുത്തോളും കൂലി. മോൻ പകരത്തിന് പോകരുത് എന്നുള്ള ഫലമാണ്. കൂട്ടുകെട്ടിൽ പോകരുത്. രഹസ്യം പബ്ലിക് ആക്കരുത്. വേണ്ട. ശബരിമല, പഴനി, ഗുരുവായൂർ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ആരാധിക്കണം. ശബരിമല, പഴനി, ഗുരുവായൂർ കഷ്ടകാലങ്ങൾ മാറി ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. വിവാഹം, സന്താനം. പുരുഷന്മാരുടെ സന്താനം ഞാൻ പറയത്തില്ല. പിന്നെ ഒരു കണക്കുകൂട്ടി ഞാൻ പറയുവാണ്. 3 വിധിയാണ്. 2 മക്കളുടെ പിതാവാകണമെന്ന്. 2 മക്കളുടെ പിതാവാകണം. വിവാഹ ബന്ധുക്കളെ കൊണ്ട് അങ്ങോളം നിലനിൽക്കണം. ബന്ധുക്കളുടെ കാല് പിടിക്കാൻ മരിക്കും വരെ പോകും. ഭാര്യ വീട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, നമുക്ക് എല്ലാവരും വേണം. അല്ലാതെ അവരുടെ കാല് പിടിച്ച് ക്ഷമയൊതിക്കുന്ന പരിപാടി മോനില്ല. അന്യ ദുഃഖം കണ്ട് മോൻ സന്തോഷിക്കത്തില്ല. മോൻ ആരാന്റെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നു. മോന് ലാസ്റ്റ് കിട്ടുന്ന പരാജയം. എന്റെ വയറ് വിശക്കുന്ന പോലാണല്ലോ മറ്റൊരാളുടെയും വയറ് വിശക്കുന്നത് എന്ന് കണ്ട് മോൻ ചെയ്യുന്നു, സഹായിക്കുന്നു. മോനെ ദോഷം വരികയല്ല. അന്നേരം അല്ലെങ്കിലും പിന്നീടാണെങ്കിലും മോനെ ദൈവം രക്ഷിക്കും. ഏത് മോനെ ആപത്തിലോ അപകടത്തിലോ പോയി ചാടിയാലും അവിടെ മോനെ ദൈവം രക്ഷിക്കും. മരിച്ചുപോയ കാരണന്മാർ രക്ഷിക്കും എന്നുള്ള ഫലമാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ എങ്ങനെയാണ്? കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന് മാത്രം. വലിയ ഇതിന് പോകണ്ട, വലിയ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഒന്നും പോകണ്ട. മോന്റെ ചതിക്കും. മോന്റെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിച്ചെന്ന് വെച്ച് മോന് ഭാരം വയ്ക്കും. അത് മോൻ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. മോന്റെ ആൾക്ക് കൈനീട്ടം കൊടുത്താൽ അവർക്ക് അന്ന് നല്ലതാ. കണി കണ്ടേച്ച് പോകുന്നവരും മോന്റെ കൈനീട്ടം വാങ്ങുന്നവരും മോനെ പ്രാകത്തില്ല. ഓമനിച്ച് വളർത്തിയ മാതാപിതാവിൽ നിന്നും ഏറ്റമ്മയുടെ കാര്യത്തിൽ ദുഃഖക്കാരനാണ്. അമ്മ മരിച്ചെങ്കിലും അമ്മയുടെ ആത്മാവ് കൂടെയുണ്ട്. അപ്പൊ നല്ല ദിവസം വരുമ്പോ അമ്മയെ ആരാധിക്കണം. അമ്മയെ മറക്കരുത്. ഓണം, വിഷു, വാവ് നമുക്ക് ഹിന്ദുക്കൾക്കുണ്ട്. അത് വരുമ്പോൾ അമ്മേനെ മോനെ ആരാധിക്കണം. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് നമ്മുടെ വീട്ടിൽ എന്താ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ ഇലക്കകത്ത് വിളമ്പി വെച്ച് മോൻ അമ്മയെ ആരാധിക്കുക. മോന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറി മോൻ ജീവിതമായിട്ട് കണ്ടെത്തി. കരക്കാരുടെ മുന്നിൽ മോൻ തോക്കത്തില്ല. കരക്കാരുടെ മുന്നിൽ ഇഷ്ടം പോലെ കാശുകാരനായിട്ട് മോൻ ജീവിക്കാൻ മോന് പൊന്നമ്മ ദേവി വഴിയൊരുക്കി തരും. എന്റെ ചോറ്റാനിക്കര ദേവിയാണ് സത്യം. മോൻ ആയുസിന് കുഴപ്പമില്ല. ഇഷ്ടം പോലെ ആയുസ്. അപ്പൊ ഞാൻ മറൈൻ ഡ്രൈവിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാനൊരു അമ്മേനെ കണ്ടു. കൈ നോക്കണതാണ്. പുള്ളിക്കാരി എന്റെ കൈ നോക്കി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു.
ആളാകെ 200 രൂപ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഞാൻ പക്ഷെ അതിൽ കൂടി ഒരു 100 രൂപ കൂട്ടി 300 രൂപ കൊടുത്തത് പറയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ല. പക്ഷെ ആള് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കൈനോട്ടക്കാരും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ പുള്ളിയുടെ വയസ്സിനെ മാനിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഇപ്പം അത് നോക്കി വലിയ കോടീശ്വരനാവുമെന്ന് കേട്ട് സൂഹിക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അമ്മേനെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ പുള്ളിക്കാരി ഫുൾ ടൈമിൽ ഈ മറൈൻ ഡ്രൈവിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആളെ കണ്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയും. അത് നിങ്ങൾക്ക് റിയലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അവരെ അവരെ വയസ്സിനെ നമ്മൾ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. ഞാനപ്പോൾ എന്തായാലും ആ അമ്മേനെ പരിചയപ്പെടുത്താം. അപ്പോൾ അമ്മയുടെ പേരെന്തിട്ടാ? സരസ്വതി. എവിടെയാണ് വീട്? ചോറ്റാനിക്കര. എത്ര വർഷമായി ഈ കൈനോട്ടം പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്? കൈനോട്ടം തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു 10-40 വർഷമായി. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ എനിക്ക് ആരുമില്ല, ഭർത്താവ് മരിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്ന ആളാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കൈനോട്ടത്തിൽ ഇപ്പൊ പല രീതിയിൽ ഇപ്പൊ ആൾക്കാർ കൈനോട്ടം പറ്റിക്കല് അങ്ങനെയാണ് നമ്മളുടെ കുറെ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട്. സത്യസന്ധമായിട്ട് ഇപ്പൊ ഈ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചപ്പോ 200 രൂപയാണ് ചോദിച്ചത് ആണ് അല്ലേ? അപ്പൊ അമ്മ അത് ജെനുവിനാണ് എനിക്ക് തോന്നിയ കാരണം കൊണ്ടാണ് ഞാൻ അതിൽ അമ്മയുടെ അടുത്ത് കൈ നോക്കിച്ചത്. ഇങ്ങനെ ഇവിടെ ഫുൾ ടൈം കൂടി ഉള്ള കാരണം കൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും അവർക്കും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇത്രയും പ്രായമായിട്ട് നടക്കില്ല. അപ്പൊ അവര് എത്ര വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോ ഇവിടെ വരുന്നവര് മറൈൻ ഡ്രൈവിൽ ഉണ്ടാവും അമ്മ. അപ്പൊ ഇവിടെ വരുന്നവര് ജസ്റ്റ് കൈ നോക്കാൻ ഉള്ള ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ബൈ.